ഹായ്, ഞാൻ ഷീമ. അപ്പൊ കുട്ടികളുടെ ക്ലാസ് ഒക്കെ തുറന്നു. അപ്പൊ നമുക്ക് ഇനി കിച്ചണിൽ നല്ല തകൃത് പണിയായിരിക്കുള്ളൂ. തിരക്ക് പിടിച്ചിട്ടായിക്കോളൂ നമ്മള് ഒരു പണിയെടുക്കുക. അപ്പൊ മാസ്റ്റർ പ്ലാൻ ഒക്കെ വരക്കും കേട്ടോ. എന്ത് ചെയ്യുന്നെങ്കിലും പേപ്പറിലൊക്കെ വരച്ച് നോക്കിയിട്ടുള്ളൂ എനിക്ക് ചെയ്താലേ മനസ്സിനൊരു തൃപ്തി ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് സ്കോട്ട്ലൻഡിലെ ലഞ്ച് ടവല് തയ്ച്ചതിന്റെ ബാക്കി തുണിയാണ്. ഒരു സാധനവും വെറുതെ കളയില്ല ഞാൻ. അത് എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊള്ളിച്ച് അത് ഞാൻ ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പോൾ ഒരു ഏപ്രിൽ തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉടുപ്പൊക്കെ നനയാണ്ട് നമ്മുടെ വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പണി ഒന്ന് തീർക്കാൻ തുടങ്ങും. അപ്പൊ വയറ് ഫ്രണ്ട് വന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഏപ്രിൽ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്. കാരണം പാത്രം കഴിയുമ്പോഴൊക്കെ നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ വെള്ളം വീഴും. അപ്പോൾ ഇതൊക്കെ തയ്ച്ചു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായി. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ സിംഗിൾ ലെയർ ആയിരിക്കും. അപ്പോൾ ഇത് ഡബിൾ ലെയർ ആണെങ്കിൽ നമ്മളുടെ ഡ്രസ്സ് നനയാതെ നമുക്ക് പെർഫെക്ഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഓർത്തു മടി പിടിച്ചിരിക്കണേ കേട്ടോ. കുറുന്തോട്ടിക്ക് കൊണ്ട് വാദം എന്ന് പറഞ്ഞ പോലെ മടിയാണ് ഭയങ്കര. അന്നത്തെ ദിവസം എന്തോ മടിയായിരുന്നു. എന്നെങ്കിലും ഞാൻ വെറുതെ ഇരിക്കില്ല, മടി പിടിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ മടി അങ്ങോട്ട് മാറും എന്നുള്ളതാണ് എൻ്റെ ഒരു തിയറി. അപ്പോൾ വേറെ എന്താ പറയാ, അപ്പൊ ഞാൻ ഓർത്തൊരു വെണ്ടയ്ക്ക എടുത്തിട്ട് പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്നതിലും ഭംഗി എന്തെങ്കിലും ഒരു പ്രിന്റും കൂടി ആവുന്നതല്ലേ എന്ന് എഴുതി ആ വെണ്ടയ്ക്ക എടുത്ത് കുറച്ച് വൈറ്റ് പെയിന്റും കൂടി എടുത്ത് ഒരു യെല്ലോ പെയിന്റ് നടുക്കും കൂടി കൊടുത്തപ്പോൾ അതൊരു ഫ്ലവർ ഡിസൈനായി. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങളും കൂടി പറഞ്ഞോട്ടോ ഭംഗിയുണ്ടോന്ന്. ഒന്ന് കമന്റ് ചെയ്തോളൂ. ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ്